അല്ലല്ല, CPM-ന്റെ പോക്ക് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് ഈ മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്ന് ഇനി കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന ഒരു തെറ്റായ തിരിച്ചറിവാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. അന്ന് തുടങ്ങിയതാണ് പിണറായി ഈ എന്താ പറയുക ആൻറ്റി മുസ്ലിം സ്റ്റേറ്റ്മെൻറ്റ്. മലപ്പുറം ജില്ലയെക്കുറിച്ച്, ഇവിടുത്തെ എന്താ പറയുക ക്രിമിനലിസത്തെക്കുറിച്ച് നമ്മളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുക. ഹിന്ദു പത്രത്തിന് ഇത് കൊടുക്കുന്നത്, പിന്നെ മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണ് എന്ന് പറയുന്നത്, SDPIയും ജമാഅത്ത് ഇസ്ലാമിയെയും കടുത്ത രീതിയിൽ വിമർശിക്കുന്നത്, പറഞ്ഞ് പാണക്കാട് തങ്ങൾ പോലും വർഗീയവാദിയാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ വന്ന് പിണറായി പറഞ്ഞു നിർത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ സമൂഹത്തിൽ നിന്ന് പരിപൂർണമായിട്ടും അകന്ന് ഇനി BJPയുമായിട്ടുള്ള ഒരു അന്തർധാരയുടെ അല്ലാതെ CPM-ന് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന ഒരു കൃത്യമായ തിരിച്ചറിവിലാണ് അവർ നിൽക്കുന്നത്. അങ്ങോട്ടേക്കാണ് CPM-നെ ഇപ്പോൾ എന്താ പറയുക പിണറായി നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സോഫ്റ്റ് ഹിന്ദുത്വതയിലേക്ക് CPM ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ 24 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ കടന്നിട്ടുണ്ട്. അതിൻ്റെ പരിണിത ഫലങ്ങളുടെ ഏറ്റവും അവസാനമാണ് തങ്ങൾക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അത് വളരെ കൃത്യമല്ലേ? ഈ തെരഞ്ഞെടുപ്പിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 75,000 വോട്ടാണ് സത്യമോഹൻജി പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് 32,000 വോട്ട് BJPക്ക് പറഞ്ഞു. ഇത് പ്രിയങ്ക ഗാന്ധിയുടെ ഒരു വ്യക്തിപ്രഭാവം മാത്രമായിരിക്കും ഇതിന് കാരണം? 2-3 കാരണങ്ങളുണ്ട്. പ്രിയങ്ക ഗാന്ധിയോടുള്ള എന്താ പറയുക അവരുടെ വ്യക്തിപ്രഭാവം തന്നെയാണ് അതിൻ്റെ നമ്പർ 1 സംഗതി. അവരോട് കേരളത്തിലെ ജനങ്ങൾക്ക് പൊതുവായിട്ടുള്ള ഒരു ഇഷ്ടം, അതിൽ CPM-മാരെ വോട്ട് വരുന്നുണ്ട്. കാരണം ഈ ഞാനിപ്പോൾ പറഞ്ഞുതരാണ്, ഈ തെരഞ്ഞെടുപ്പ് ചർച്ച നടക്കുമ്പോൾ വയനാട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നിയമസഭയുടെ മുന്നത്തെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ഈ ചർച്ച വന്നപ്പോൾ ഞാൻ അന്ന് CPM-ലെ LDF യോഗത്തിൽ ഞാൻ പറഞ്ഞ എൻ്റെ ഭാര്യ പോലും വോട്ട് ചെയ്യില്ല കേട്ടോ എന്ന് പറഞ്ഞു. പ്രിയങ്ക അവിടെ മത്സരിക്കാൻ വരുന്നത് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ അന്ന് പറഞ്ഞു, ഞാനന്ന് സ്ട്രോങ് ആയിട്ട് CPM-ൻ്റെ കൂടെ നിൽക്കല്ലേ, പ്രിയങ്ക മത്സരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വോട്ട് പ്രിയങ്കക്കാണെന്ന് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു എന്ന് ഞാൻ LDF-ൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ അന്ന് പറഞ്ഞതാണ്. അപ്പം ആ ഒരു ഇഷ്ടം ഇവിടെ മൊത്തത്തിൽ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഈ പറയുന്ന ആൻറ്റി പിണറായിസും അതും നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ CPI-യോടുള്ള പൊതുവിലുള്ളൊരു മടുപ്പ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാനുണ്ടല്ലോ സജീവമായിട്ട് ആനി രാജയുടെ കൂടെ. ഇവിടെ നിന്നുള്ള പണം മുഴുവൻ അവർ പിരിച്ചുപോയി. ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ അധീനതയിലുള്ള വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് ഒക്കെ റവന്യൂ മന്ത്രി രാജനടക്കം ഇവിടെ വന്ന് 2 ദിവസം ക്യാമ്പ് ചെയ്ത് എല്ലാ പണവും പിരിച്ചുപോയി. ഒരൊറ്റ പൈസ LDF-ൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലേക്ക് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. ഒരു പൈസ അവർ മുടക്കില്ല. അവസാനം തെരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസം മുമ്പ് ബൂത്തിലേക്ക് എന്ന് പറഞ്ഞ് 3000 രൂപയാണ് CPI കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത്. പ്രവർത്തകർക്ക് വർക്ക് ചെയ്യാനില്ല, അവർക്ക് ഭക്ഷണത്തിന് കൊടുക്കാനില്ല, അവരുടെ വാഹനത്തിന് പൈസ ഇല്ല, ബൂത്ത് കെട്ടാൻ പൈസ ഇല്ല. എന്നിട്ടും ഈ പറയുന്ന ഇടതുപക്ഷ CPM തന്നെയാണ് അന്ന് പരമാവധി അതെല്ലാം സാക്രിഫൈസ് ചെയ്തിട്ട് അന്ന് ചെയ്തത്. അപ്പം അതൊരു വലിയ പ്രയാസം LDF-ൽ അന്ന് ഉണ്ടാക്കിയിരുന്നു. ഞാനടക്കം അത് വിമർശിച്ചതാണ്. അപ്പോൾ ഈ പ്രാവശ്യവും അതേ അവസ്ഥയാണ്. അതുകൊണ്ട് CPM നേതൃത്വത്തിലെ സജീവ പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിട്ടില്ല, നമ്മളത് കണ്ടതാണ്. ആ ഒരു തിരിച്ചടിയും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടിയുള്ള തിരിച്ചടിയാണ് സത്യത്തിൽ വയനാട്ടിൽ ഇത്ര വലിയ വോട്ടിലേക്ക് പെർസെൻറ്റേജ് ഓഫ് വോട്ട് കുറഞ്ഞിട്ടും ഭൂരിപക്ഷം കാരണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഒന്ന് UDF ഒന്നും കൂടി അമർത്തി പിടിച്ചിരുന്നെങ്കിൽ ഒരു 6 ലക്ഷത്തിൻ്റെ മേലേക്ക് ഭൂരിപക്ഷം കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു. സന്ദീപ് വാര്യർ വലിയ സ്വാധീനം വ്യക്തിപരമായിട്ട് അവിടെ നടത്തിയെന്ന് അഭിപ്രായമില്ല. അദ്ദേഹത്തിന് അങ്ങനെ വ്യക്തിപരമായി സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സ്ഥലവുമല്ല പാലക്കാട്, അക്കോർഡിംഗ് ടു മീ. അതൊക്കെ അന്വേഷിച്ചാണ്. പക്ഷേ ഒരു ഇമ്പാക്റ്റിൻ്റെ ഭാഗമായി ഒരു BJPയുടെ എന്താ പറയുക കേരളത്തിലെ ജനങ്ങൾക്ക് ഏത് സമയവും TV-യിൽ കാണുന്ന ഒരു മുഖം ഇപ്പുറത്തേക്ക് വന്നു, BJPയിൽ നിന്നൊരാൾ വന്നു എന്ന ഒരു പ്ലസ് രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിനും UDF-നും ഉണ്ടായിട്ടുണ്ട്. അല്ല, വോട്ടിൽ അതൊന്നും പ്രതിഫലിച്ചിട്ടില്ല.